നിങ്ങൾക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കണം, പക്ഷേ കുറേ മസാലകൾ ആഡ് ചെയ്യരുതെന്നാണെങ്കിൽ ഈ ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി നോക്കിയോളൂ. അതിനാണ് നമ്മുടെ ഈ സ്റ്റാൻഡ് ചിക്കൻ മസാല. എനിക്ക് വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, പച്ചമുളക് അരച്ച് ചേർക്കാം. പിന്നെ ഒരേ ഒരു മസാല, അത് നമ്മുടെ ഈ സ്റ്റാൻഡ് ചിക്കൻ മസാല. വീട്ടിൽ ചിക്കൻ മസാല എന്ന് പറയുമ്പോൾ ഞങ്ങൾ വാങ്ങുന്ന ഒരേ ഒരു മസാല ഈ സ്റ്റാൻഡ് ആണ്. കാരണം പെർഫെക്റ്റ് ടേസ്റ്റ്, പെർഫെക്റ്റ് സ്മെല്ല്, പെർഫെക്റ്റ് കളർ എല്ലാം കൂടെ നല്ലോണം തിരുമ്മി എടുക്കണം കേട്ടോ ചിക്കൻ്റെ മുകളിലേക്ക്. ഇനി ഇതിനകത്തേക്ക് ഒരേ ഒരു സാധനം കൂടി ആഡ് ചെയ്യാനുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിൽ നല്ല രീതിയിൽ പൊരിച്ചെടുക്കാം കേട്ടോ. കരിക്കേണ്ട അധികം, പക്ഷെ പൊരിച്ചാൽ മതി. ആ പൊരിച്ചിട്ടുള്ള ഉള്ളിണ്ടല്ലോ നമ്മൾ ചിക്കൻ മുളയ്ക്ക് ക്രഷ് ചെയ്തിടുക, അതിനകത്ത് നിന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നല്ല രീതിക്ക്. എന്നിട്ട് ഒരു 20 മിനിറ്റ് അവിടെ മാറ്റി വെക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ വെളിച്ചെണ്ണ എടുക്കുക, അതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിലിടുക. പിന്നെ കുറച്ച് തക്കാളിയും പിന്നെ മസാലയിൽ ഉണ്ടാക്കിയ പാത്രമില്ല അതിനകത്തുനിന്ന് കുറച്ച് വെള്ളം കൂടി വയ്ക്കുക. അത് കഴിഞ്ഞ് സെറ്റായി വരുമ്പോഴല്ലോ കുറുകി വരുമ്പോൾ ഈ ഒരു ടെക്സ്ചർ കിട്ടും. ലാസ്റ്റിലേക്ക് കുരുമുളക് പൊടി, മല്ലിച്ചപ്പ്, കറിവേപ്പില, പിന്നെ തേങ്ങാക്കൊത്ത് കൂടി ഇട്ടാണല്ലോ പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ. പേര് ഞാൻ ഏതായാലും ഇട്ടില്ല, നിങ്ങൾക്ക് എന്ത് വേണം വിളിക്കുക. എന്താണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഈ സ്റ്റാൻഡ് ചിക്കൻ മസാല ആണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും.